Hello students, welcome back to another online session of banking and insurance. So the last class we just started the introduction to banking in the first module, and today we are going to discussing about the another topic in the first module, that is structure of banking or classification of banks in India. So the structure of banking means the banking sector can be broadly classified as two: regulated or organized banks and unregulated or unorganized banks. The regulated or organized banks may be another classified as scheduled banks, non-scheduled banks and developmental banks, and unregulated banks can be again divided into indigenous banks and money lenders. So the first one is, what do you mean by regulated and unregulated banks? Regulated banks are banks regulated and controlled by the Reserve Bank of India under the Banking Regulation Act 1949. RBI അല്ലെങ്കിൽ Reserve Bank of India Banking Regulation Act 1949 പ്രകാരം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലേറ്റഡ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. അമംഗ് ദ റെഗുലേറ്റഡ് ബാങ്ക്സ് മെജോറിറ്റി ഓഫ് ദ ബാങ്ക്സ് ആർ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇതേപോലെയുള്ള റെഗുലേറ്റഡ് ബാങ്ക്സിൽ മെജോറിറ്റി ഓഫ് ദ ബാങ്ക്സും എന്താണ്? ഷെഡ്യൂൾഡ് ബാങ്ക്സ് കാറ്റഗറിയിലാണ്. Then unregulated banks consist of indigenous banks and money lenders which are not regulated and controlled by RBI. Unregulated banks കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മെയിനായിട്ടും ഇൻഡിജീനിയസ് ബാങ്ക്സും അതേപോലെ തന്നെ മണി ലെൻഡേഴ്സും ആണ്. ദീസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആർ നോട്ട് റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ RBI. ഇത്തരം ബാങ്കുകളെ RBI കൺട്രോളും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് റെഗുലേറ്റഡും ചെയ്യുന്നില്ല. Then scheduled banks and non-scheduled banks. Scheduled banks are those banks which are included in the second schedule of RBI Act 1934. RBI Act 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Those banks which are included in the second schedule of RBI Act. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ടു ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ്. ആ ഒരു സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് മോർ ദാൻ 5 lakhs. ഇത്തരം ബാങ്കുകളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അതേപോലെ തന്നെ റിസർവ്സും 5 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. They satisfy the RBI that their affairs are not conducted to the determinant of interest of the depositors. എപ്പോഴും RBIനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ്, അതായത് ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആ ഒരു കണ്ടീഷനും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ ആർ ഫോംഡ് ആസ് എ കമ്പനി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്തരം ബാങ്കുകൾ ഫോം ചെയ്യുന്നത് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടോ ആയിരിക്കും. The non-scheduled banks are those banks which do not satisfy the above conditions and not included in the second schedule of RBI. Non-scheduled banks എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ബാങ്ക്സും ആയിരിക്കും. അതേപോലെ തന്നെ മേൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്ത ബാങ്ക്സും ആണെങ്കിൽ അതെന്താണ്? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്. Then scheduled bank, difference between scheduled banks and non-scheduled banks. Scheduled banks included in the second schedule of RBI. RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI. Then follow all rules made by RBI. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എപ്പോഴും എന്ത് ചെയ്യും? RBI ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ റൂൾസും എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ബട്ട് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് നോട്ട് ഫോളോ ഓൾ റൂൾസ് ഓഫ് RBI. ഒരിക്കലും RBIയുടെ എല്ലാ റൂൾസും തന്നെ ഫോളോ ചെയ്യില്ല. ദെൻ അലൗഡ് ടു ബോറോ മണി ഫ്രം RBI ഫോർ റെഗുലർ ബാങ്കിങ് പർപ്പസ്. അതായത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ത് ചെയ്യും? മണി ബോറോ ചെയ്യും. ആരിൽ നിന്ന്? RBIയുടെ അടുത്ത് നിന്ന് മണി ബോറോ ചെയ്യും ഫോർ ദ റെഗുലർ ബാങ്കിങ് പർപ്പസ്. ആ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ റെഗുലർ ബാങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് RBIയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? മണി ബോറോ ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് നോട്ട് അലൗഡ് ടു ബോറോ മണി ഫ്രം RBI ഫോർ റെഗുലർ ബാങ്കിങ് പർപ്പസ്. ഇതേപോലെയുള്ള റെഗുലർ ബാങ്കിങ് പർപ്പസിന് RBIയുടെ അടുത്ത് നിന്ന് എന്ത് ബോറോ ചെയ്യാൻ പറ്റില്ല? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് മണി ബോറോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നീഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് വിത്ത് RBI. എപ്പോഴും ഷെഡ്യൂൾഡ് ബാങ്ക് എന്ത് ചെയ്യണം? ഒരു
ക്യാഷ് റിസർവ് RBIയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് നീഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് ബട്ട് നോട്ട് വിത്ത് RBI. എപ്പോഴും ക്യാഷ് റിസർവ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ എവിടെയല്ല RBIയിലല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരുടെ ബാങ്കിൽ തന്നെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഗെറ്റ് ക്ലിയറിംഗ് ഫെസിലിറ്റി ഓഫ് RBI. RBIക്ക് എന്തുണ്ട്? ക്ലിയറിംഗ് ഫെസിലിറ്റി ഉണ്ട്. നോട്ട് ഗെറ്റിംഗ് ക്ലിയറിംഗ് ഫെസിലിറ്റി ഓഫ് RBI. So these are the difference between scheduled and non-scheduled banks. The next one is developmental banks, that is developmental financial institution. A developmental financial institution, DFI, is defined as an institution promoted or assisted by government mainly to provide development finance to one or more sectors or subsectors of the economy. ഇന്ത്യയിലുള്ള ഒരുപാട് സെക്ടേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ സബ്സെക്ടേഴ്സിലൊക്കെ ഫിനാൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ബാങ്കാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് എന്ത് DFI എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ഓർ അസിസ്റ്റഡ് ബൈ ഗവൺമെൻറ്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. മെയിൻലി ടു പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ടു വൺ ഓർ മോർ സെക്ടേഴ്സ്. അതായത് മെയിനായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ടു പ്രൊമോട്ട് സെക്ടേഴ്സ് ഓർ സബ്സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. എക്കണോമിയിലുള്ള സെക്ടേഴ്സിനെയും സബ്സെക്ടേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദേ പ്രൊവൈഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രീസ്, ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എക്സെട്ര. ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീസിനും ട്രേഡിനും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫിനാൻസ് ചെയ്യുന്നത്. ദേ ഓൾസോ പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഗ്യാരണ്ടി ടു ബാങ്ക്, അണ്ടർ റൈറ്റിംഗ് സർവീസസ് എക്സെട്ര. അതുകൂടാതെ കുറേ ടെക്നിക്കൽ സർവീസസ് അസിസ്റ്റൻസും കൂടി അവർ ചെയ്യുന്നുണ്ട്. അതായത് ഗ്യാരണ്ടി ടു ബാങ്കിന് ഗ്യാരണ്ടി കൊടുക്കുന്നത്, അതേപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. Then the role of industrial banks in India is performed by DFIs. അതായത് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന്റെ റോള് പെർഫോം ചെയ്യുന്നത് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾ ഇന്ത്യ ലെവലിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IFCI, NABARD, SIDBI, Exim Bank എക്സെട്ര. സ്റ്റേറ്റ് ലെവലിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതായത് നമുക്കറിയാം KSFC എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് കേരളത്തിന്റെ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ദെൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതൊക്കെയാണ് സ്റ്റേറ്റ് ലെവലിലും ഓൾ ഇന്ത്യ ലെവലിലും വർക്ക് ചെയ്യുന്ന ഡെവലപ്മെന്റൽ ബാങ്ക്സ്. Then scheduled banks. The scheduled banks are classified as 3: commercial bank, scheduled cooperative banks and differentiated or niche banks. The commercial banks again classified as public sector, private sector, foreign banks and regional banks or regional rural banks. Scheduled cooperative banks ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതേപോലെ തന്നെ നോൺ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതേപോലെ തന്നെ അർബൻ ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ അതിൽ വരുന്നുണ്ട്. ദെൻ ഡിഫറൻഷിയേറ്റഡ് ഓർ നിച്ച് ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ആസ് പേയ്മെന്റ് ബാങ്ക് ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. Then what do you mean by commercial banks? It's also known as deposit banks. These are banks formed for commercial purpose to earn profit from banking business. അതായത് ബാങ്കിങ് ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. It's type of bank that provides services such as accepting deposits, lending loans, agency services, general utility services, electronic banking, etc. ഇത്തരം ബാങ്കുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോൺസ് ലെൻഡ് ചെയ്യുന്നുണ്ട്, ഏജൻസി സർവീസസ് ചെയ്യുന്നുണ്ട്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡസ്ട്രി, കൊമേഴ്സ്, അതർ എൻറ്റിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. കൂടാതെ
ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രീസിനും കൊമേഴ്സിനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിനൊക്കെ ഫിനാൻഷ്യൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇന്ത്യയിൽ ഇത് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ ഫോമിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന്റെ ഫോമിലും ഫോറിൻ ബാങ്ക്സിന്റെയും റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെയും ഫോമിലാണ് ഉള്ളത്. Then what do you mean by public sector bank? It is a bank where the majority of the stake more than 50%, that is 51%, is held by the government. അതായത് ഒരു ബാങ്കിന്റെ മോർ ദാൻ 50%, അതാണ് 51% ആണ്. അതായത് 50%-ലധികം ഷെയർസ് ഗവൺമെന്റ് ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ബാങ്ക് ഈസ് നോൺ ആസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അത് ഒരു ബാങ്കിന്റെ ഷെയർസിൽ 50% മുകളിൽ, അതായത് 51% അതിന് മേലേക്കൊക്കെ ഷെയർസ് ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം ബാങ്കുകൾ നമ്മൾ എന്ത് പറയും? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയും. At present there are 12 public sector banks in India. Presently ഇന്ത്യയിൽ 12 public sector banks ആണ് ഉള്ളത്. Then private sector banks. Private sector banks are banking companies with majority stake held by the private shareholders. Private shareholders ഹോൾഡ് ചെയ്യുന്ന, അതായത് പ്രൈവറ്റ് ഷെയർഹോൾഡേഴ്സിന്റെ കയ്യിലായിരിക്കും കൂടുതലും പ്രൈവറ്റ് ബാങ്കിന്റെ ഷെയർസ് ഉണ്ടാവുക. അത് അവരാണ്, പ്രൈവറ്റ് പാർട്ടീസ് ആണ് അത് മാനേജ് ചെയ്യുന്നത്. At present there are 22 private sector banks in India. Presently ഇന്ത്യയിൽ 22 private sector banks ആണ് ഉള്ളത്. സോ ലിസ്റ്റ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇത്രയാണ് ഇന്ത്യയിലുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബും സിൻഡിക്കേറ്റ് ബാങ്കും അമാൽഗമേറ്റ് ചെയ്തു അല്ലെങ്കിൽ മെർജ് ചെയ്തു ഒറ്റ ബാങ്കായി മാറി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ ലിസ്റ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇതാണ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്. അതാണ് ബന്ധൻ ബാങ്ക് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്ന പ്രൈവറ്റ് ബാങ്ക് 2015. കാത്തലിക് സിറിയൻ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC, ICICI, IDFC, ഇൻഡസ് ബാങ്ക്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, കർണാടക ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, കൊടക് മഹീന്ദ്ര, ലക്ഷ്മി വിലാസ്, നൈനിറ്റാൾ ബാങ്ക്, RBL ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്, യെസ് ബാങ്ക്, IDBI ബാങ്ക്. അപ്പോൾ ഇത്രയാണ് പ്രസന്റ്ലി ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഫോറിൻ ബാങ്ക്സ്. Foreign banks is a bank whose head office is situated in a foreign country and has a bank branch in India. ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഫോറിൻ കൺട്രിയിലായിരിക്കും, പക്ഷെ അതിനെവിടെ ബ്രാഞ്ചസ് ഉണ്ടാവും? ഇന്ത്യയിൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. എ ഫോറിൻ ബാങ്ക് ഹാസ് ടു ഫോളോ ദ റെഗുലേഷൻ ഓഫ് ബോത്ത് ഹോം ആൻഡ് ഹോസ്റ്റ് കൺട്രി. ഒരു ഫോറിൻ ബാങ്ക് എന്ത് ചെയ്യണം? എല്ലാ റെഗുലേഷൻസും എല്ലാ റൂൾസും ഹോസ്റ്റ് കൺട്രിയിലുള്ളതും അതേപോലെ തന്നെ അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണോ ആ ഫോറിൻ കൺട്രിയിലുള്ള റൂൾസും എന്ത് ചെയ്യണം? റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അമേരിക്കയിലാണ് ഒരു ബാങ്കിന്റെ ഹെഡ് ഓഫീസ് എങ്കിൽ അതിന്റെ ബ്രാഞ്ച് ഇന്ത്യയിലുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള റൂൾസും അല്ലെങ്കിൽ റെഗുലേഷൻസും ഇന്ത്യയിലുള്ള ബാങ്കിങ് റെഗുലേഷൻസും ആ ഫോറിൻ ബാങ്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. There are 44 foreign banks have branches in India. ഇന്ത്യയിൽ ടോട്ടൽ ഇപ്പോൾ പ്രസന്റ്ലി 44 ഫോറിൻ ബാങ്ക്സിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. RBI ഡാറ്റയുടെ കണക്ക് പ്രകാരം 44 ഫോറിൻ ബാങ്ക്സിന്റെ ബ്രാഞ്ച് ഉണ്ട്. ഫോറിൻ ബാങ്ക്സ് ഹാവിംഗ് ഹയസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ ആർ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ഫോറിൻ ബാങ്ക്സ് ഹാവിംഗ് ഹയസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ ആർ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഫോറിൻ ബാങ്ക്സിന്റെ ബ്രാഞ്ചസ് ഉള്ളത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. UK സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിലാണ് 100 ബ്രാഞ്ചസ് ആണുള്ളത്. ദെൻ സിറ്റി ബാങ്ക്, USA സിറ്റി ബാങ്കിന് 35 ബ്രാഞ്ചസ് ഉണ്ട്. അതേപോലെ തന്നെ HSBC ലിമിറ്റഡ് ഹോങ്കോങ്ങിൽ 26 ബ്രാഞ്ചസ്. ഡെറ്റ്സ്കെ ബാങ്ക് അതേപോലെ തന്നെ ജർമ്മനി 17 ബ്രാഞ്ചസ്. DBS ബാങ്ക്സ് ലിമിറ്റഡ് സിംഗപ്പൂർ 12 ബ്രാഞ്ചസ്. അപ്പോൾ ഇതാണ് ഫോറിൻ ബാങ്ക്സിന്റെ കണക്ക്. Then regional rural bank, that is known as RRBs. Regional rural banks were established under the provision of an ordinance passed in September 1975 and the RRB Act 1976. Regional rural banks establish ചെയ്തത് എന്തിന്റെ പ്രൊവിഷൻ? അതായത് ഒരു 1975 പാസ്സാക്കിയ ഓർഡിനൻസിന്റെ
ബേസിനിലാണ്. റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ലോക്കൽ ലെവൽ ബാങ്ക് ഓപ്പറേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. റീജിയണൽ റൂറൽ ബാങ്ക്സ് ലോക്കൽ ലെവൽ ബാങ്ക്സ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ബീൻ ക്രിയേറ്റഡ് വിത്ത് എ വ്യൂ ടു പ്രൊവൈഡിംഗ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്. ഇത് സെമി അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ബാങ്കിങ് ഫെസിലിറ്റീസ് ആണ് കൂടുതലായിട്ടും റീജിയണൽ റൂറൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. The regional rural banks were owned by the central government, state government and the sponsor banks who held shares in the ratio of 50%, 15% and 35% respectively. ഒരു റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ ഷെയർസ് മെയിനായിട്ടും ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും സ്പോൺസർ ബാങ്ക്സും ആണ്. സെൻട്രൽ ഗവൺമെന്റ് 50%, സ്റ്റേറ്റ് ഗവൺമെന്റ് 15% ആൻഡ് സ്പോൺസർ ബാങ്ക് ഏതെങ്കിലും ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ടാവും. ചിലപ്പോൾ പ്രൈവറ്റ് ബാങ്ക്, കാനറ ബാങ്കോ SBI ഒക്കെ പോലെ ഏതെങ്കിലും ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ബാങ്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 35% ആയിരിക്കും. ദർ ആർ 43 RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രസന്റ്ലി 43 റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് ഉള്ളത്. Then cooperative banks. These are banks organized on a cooperative basis, owned and operated by members for a common purpose. എന്തെങ്കിലും ഒരു പർപ്പസിന് അല്ലെങ്കിൽ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് മെമ്പേഴ്സ് സ്വയം ഓൺ ചെയ്യും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക്സിനെയാണ് കോപ്പറേറ്റീവ് ബേസിസിൽ ഓൺ ചെയ്യും ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു അഗ്രികൾച്ചർ, സ്മോൾ ബിസിനസ്മാൻ ആൻഡ് ഇൻഡിവിജ്വൽസ്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ provide financial assistance, financial services to agriculture. അഗ്രികൾച്ചേഴ്സിനും ചെറിയ ബിസിനസ്സുകാർക്കും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിനൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള എയിമോട് കൂടി സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ആർ വർക്കിംഗ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ വാരിയസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മോസ്റ്റ് ഓഫ് ദ ബാങ്കും വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിൽ, അതായത് രജിസ്റ്റേർഡ് അണ്ടർ ദ വാരിയസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ബേസിലുമാണ്. ദേ പെർഫോം ഓൾമോസ്റ്റ് ഓൾ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഒരുവിധ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ എല്ലാ ഫംഗ്ഷൻസും കോപ്പറേറ്റീവ് ബാങ്ക്സ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. The next one is differentiated banks, that is known as niche banks. It is also known as niche banks. Differentiated banks or niche banks are banks that serve the needs of a certain segment of the population. ഇതൊരു certain segmentലുള്ള populationsന് വേണ്ടിയിട്ട് ഒരു certain purpose-ന്, അതായത് ഒരു certain സെഗ്മെന്റ് അല്ലെങ്കിൽ certain ഏരിയയിലുള്ള പോപ്പുലേഷന് വേണ്ടിയിട്ട് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ബാങ്ക്സിനെയാണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് ഓർ നിച്ച് ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആൻഡ് പേയ്മെന്റ് ബാങ്ക്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സിന് എക്സാമ്പിൾ ആണ് എന്ത്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സും അതേപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക്സും. ഇന്ത്യയിൽ 10 സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആൻഡ് 11 പേയ്മെന്റ് ബാങ്ക്സ് were sanctioned in 2015. ഇന്ത്യയിൽ 2015 10 സ്മോൾ ഫിനാൻസ് ബാങ്ക്സും അതേപോലെ തന്നെ 11 പേയ്മെന്റ് ബാങ്ക്സിനും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. At present 10 small finance banks and 6 payment banks are operating in India. Presently 10 small finance banksum 6 payment banksum ആണ് ഇന്ത്യയിലുള്ളത്. Then small finance banks, type of niche bank established in India in 2015. സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു നിച്ച് ബാങ്കിന്റെ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 2015. പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സർവീസസ്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. 70% of its lending is reserved to priority sector, poor people, marginal farmers and small business, unbanked sections etc. ഇതിന്റെ 75% ഓഫ് ലെൻഡിങ്ങും, അതായത് ലോണ് കൂടുതലായിട്ടും, അതായത് ലോൺ കൊടുക്കുന്നതിന്റെ പ്രയോറിറ്റി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആർക്കായിരിക്കും 75% ഇവരുടെ പ്രയോറിറ്റി സെക്ടർ, ലെൻഡിങ് പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത് പുവർ പീപ്പിൾസിനും അതേപോലെ തന്നെ മാർജിനൽ ഫാമേഴ്സിനും സ്മോൾ ബിസിനസ്സിനും അൺബാങ്ക്ഡ് സെക്ഷൻസിനൊക്കെയാണ്. ഈ നോർമൽ ബാങ്കിന്റെ കേസിൽ 40% ആയിരിക്കും എന്ത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത്. 40% അവർ ലോണായിട്ട് കൊടുക്കുന്നത്. പക്ഷേ സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന്റെ കേസിൽ അവർ 75% എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. Then it promote rural and semi-urban savings. Then there are no restrictions in the area of operation. Established as a public limited companies and private sector. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, അതായത് പ്രൈവറ്റ് സെക്ടറിൽ തന്നെയാണ്, പക്ഷെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. At present there are 10 small finance banks in India.
പ്രസന്റ്ലി ഇന്ത്യയിൽ 10 സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആണ് ഉള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ, ലോക്കൽ ഏരിയ ബാങ്ക്, ഇസാഫ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഒക്കെ. Then payment banks. It is a special kind of banks in India. They can accept demand deposits and facilitate payment. They cannot accept fixed and recurring deposits. അതായത് 2 തരം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ടൈം ഡെപ്പോസിറ്റ്സും അതേപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും. ടൈം ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിത കാലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു കൊടുക്കുള്ളൂ. എക്സാമ്പിൾ ആണ് ഫിക്സഡ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. അത്തരം ഡെപ്പോസിറ്റ്സ് പേയ്മെന്റ് ബാങ്കിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അതായത് ഡിമാൻഡ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കാം. ആവശ്യപ്പെട്ടാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ആണ് എന്ത് സേവിങ്സ് ഡെപ്പോസിറ്റ്സും കറണ്ട് ഡെപ്പോസിറ്റ്സും. അത്തരം ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് പേയ്മെന്റ് ബാങ്കിന് ആക്സെപ്റ്റ് ചെയ്യാം. ബട്ട് മാക്സിമം 1 lakh rupees വരെയേ പറ്റുള്ളൂ. ഇന്ത്യൻ ബാങ്കുകളിൽ 1 lakh rupees വരെ എന്താണ്, ഇൻഷുർഡ് ആണ്. ഇറ്റ് കനോട്ട് ടേക്ക് ലെൻഡിങ്. പേയ്മെന്റ് ബാങ്ക് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. ലോണ് കൊടുക്കില്ല, പകരം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാം. അതായത് ലെൻഡിങ് ബാങ്ക്സ്, പേയ്മെന്റ് ബാങ്ക്സ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മണി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് ലോണായിട്ട് കൊടുക്കുന്നില്ല. പകരം അതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാം. ഷെയർസിലോ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാം. ദേ ക്യാൻ ഇഷ്യൂ ATM, ഡെബിറ്റ് കാർഡ്, ബട്ട് കനോട്ട് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ്. പേയ്മെന്റ് ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ATMഉം ഡെബിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ഇഷ്യൂ ചെയ്യുന്നില്ല, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല. Then established as a public limited companies. Payment banks established ചെയ്യുന്നത് ഒരു public limited companies ആയിട്ടാണ്. 11 payment banks were sanctioned in 2015. 2015 11 പേയ്മെന്റ് ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൺലി 6 are now operating in India. പക്ഷെ അതിൽ 5 എണ്ണം എന്തായി പോയി, വൈൻഡ് അപ്പ് ചെയ്ത് അത് നിർത്തിപ്പോയി. 6 എണ്ണം മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. പേയ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ are Airtel Payment Banks, Paytm Payment Banks, India Post Payment Bank, Fino Payment Bank, Jio Payment Bank, NSDL Payment Bank. അതാണ് എക്സാമ്പിൾ പേയ്മെന്റ് ബാങ്കിന്. Then some other categories of banks. ഇതിലൊന്നും പെടാതെ ചില other categories of banks ഉണ്ട്. ഫസ്റ്റ് one ആണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. They are banks which provide long term capital and loans to industries. ഇൻഡസ്ട്രീസിന് ലോങ് ടേം ക്യാപിറ്റലും ലോൺസും കൊടുക്കുന്ന ബാങ്ക് ആണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. They also provide services such as subscription of shares, underwriting, technical assistance, etc. ഇത് കൂടാതെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസും അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസും ഇങ്ങനെയുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും കൂടി ഇത്തരം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In India, the role of industrial banks are performed by commercial banks and developmental financial institutions. ഇന്ത്യയിൽ ഇതേപോലെയുള്ള ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന്റെ റോള് കൂടുതലും പെർഫോം ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IFCI, സിഡ്ബി, നബാർഡ് ഒക്കെയാണ്. The next one is agricultural banks. They are banks which provide finance to the agricultural sectors. Agriculture sectorsന് finance provide ചെയ്യാൻ വേണ്ടിയിട്ടുള്ള banks ആണ് എന്ത്, agricultural banks. In India, the role of agricultural banks are performed by commercial banks, cooperative banks and small finance banks, etc. ഇന്ത്യയിൽ agricultural banksന്റെ റോള് പെർഫോം ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്കും ആണ്. Then exchange banks. Exchange banks are banks that finances foreign exchange business, export-import business of the country. അതായത് എക്സ്ചേഞ്ച് ബാങ്ക്സ് മെയിൻ ആയിട്ടും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിനാണ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ദേ ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു ഇമ്പോർട്ടേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ റെമിറ്റൻസ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ റെമിറ്റൻസിനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ, എക്സ്ചേഞ്ച് ബാങ്കിങ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ഇന്ത്യ എക്സിം ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇന്ത്യയിൽ ഇതേപോലെയുള്ള എക്സ്ചേഞ്ച് ബാങ്കിങ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത് എക്സിം ബാങ്കും അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് സേവിങ്സ് ബാങ്ക്. They are banks that specialize in the mobilization of small savings of the middle and low income group. Low and middle income ഗ്രൂപ്പിന്റെ ഇടയിലുള്ള സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റി ആണ് എന്ത്, സേവിങ്സ് ബാങ്ക്സ്. ഇൻ ഇന്ത്യ, സേവിംഗ് ബാങ്ക്സ് ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആൻഡ് ഇന്ത്യ പോസ്റ്റ് എക്സെട്ര. ഇന്ത്യയിൽ ഇതേപോലെയുള്ള സേവിങ്സ് ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്ക്സും സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഒക്കെയാണ്. So this is all about classification of banks in India. So this is all about today's session. Thank you for watching this video.